അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ലല്ലോ. ഇപ്പം ഈ പാട്ട് കേൾക്കാൻ എല്ലാവരും കേൾക്കുമല്ലോ. എനിക്കിപ്പം 60 വയസ്സായി. ഞാനിപ്പോഴും പാട്ട് ആസ്വദിക്കുന്ന സ്വന്തം ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ സ്വന്തം ആസ്വദിച്ച് പാടാറുണ്ട്. വണ്ടിയിലിരിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന ചില വരികളാണ് അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിമിഷം കൊണ്ടില്ലാതെയാവാം ഹിദായത്തെന്ന മൂല്യമോ ഒരു രത്നം നേടിയാൽ ഒരു സ്വർഗം. പീസ് റേഡിയോ ഒരുക്കിയ സവിശേഷം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് കഴിഞ്ഞ കുറച്ച് പ്രോഗ്രാമുകളിലേക്കായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഹുസൈൻ കെയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കുറച്ച് കൂടുതൽ ഹുസൈൻ കെയുമായി സംസാരിക്കാനും സംവദിക്കാനും നമുക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ്. ഹുസൈൻ ക, സവിശേഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാട്ട് നമുക്ക് എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളവരാണ്. ഒരുപക്ഷെ പാടാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഇഷ്ടമായിരിക്കും. പാട്ടിലൂടെ ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇതിപ്പോൾ പറഞ്ഞാൽ ഒരു വിനോദത്തിനപ്പുറം നമ്മുടെ മനസ്സിനൊക്കെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പാട്ടിന് കഴിയും. പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങളില്ലാതെ, മ്യൂസിക്കിൻ്റെ അകമ്പടിയൊന്നും ഇല്ലാതെ ഒരു പാട്ട് മാത്രമായി വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ഈ ഒരു സവിശേഷം പ്രോഗ്രാമിൽ നന്നായി പാടാൻ അറിയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ പീസ് റേഡിയോയിൽ സവിശേഷം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ വരുമ്പോൾ അത് ശ്രോതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ ഹുസൈൻ കയുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമുക്കൊന്ന് കയറാം. ആദ്യം ഹുസൈൻ ക ഇപ്പോൾ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ചുങ്കത്തറയിലാണ് അല്ലേ? അതെ, ചുങ്കത്തറ. ജന്മം കൊണ്ട് കോട്ടയത്തുകാരനാണെങ്കിലും കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജനിച്ചിരുന്നത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വരെ ഞാൻ കോട്ടയം ജില്ലക്കാരനായിരുന്നു. ശേഷം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി, അതായത് 1980 ഫറൂഖ് കോളേജിലേക്ക് പ്രീ ഡിഗ്രി, അവിടെ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. തുടക്കത്തിലൊന്നും പാട്ടിനോട് അത്ര ഇഷ്ടമോ അങ്ങനെ വല്ലാതെ പുറത്ത് വരാറില്ല. പക്ഷേ കോളേജ് അല്ലേ, അതായത് സ്കൂൾ കാലഘട്ടത്തിലെങ്കിലും ചെറുതേരി, അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. ഞാൻ അവിടെയൊക്കെയുള്ള മൈനോറിറ്റീസ് ആണല്ലോ ശരിക്കും. അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടുന്ന് വലിയൊരു അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ വന്ന പിന്നെയാണ് ഞാൻ കൂടുതൽ ഈ പാട്ടുമായിട്ട്, എൻ്റെ ഉമ്മയാണ് എന്നെ പാട്ടിൽ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഉമ്മ പാടില്ല, പക്ഷെ ഉമ്മ എന്നെ നല്ല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സത്യത്തിൽ വാപ്പ പാടുമായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു പൊതുവേദികളിലൊന്നും പാടുന്നില്ലെങ്കിലും വാപ്പ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ഉമ്മയാണ് എന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റുള്ള ഗാനങ്ങളാണ് ആദ്യമൊക്കെ പാടിയിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, മാപ്പിള പാട്ടുകളിലേക്ക് ഞാൻ തലം മാറ്റി പിടിച്ചു. മത്സരങ്ങളിലൊക്കെ പാടുമ്പോൾ എല്ലാ പ്രാവശ്യവും സമ്മാനം വാങ്ങിയിട്ട് തന്നെ കോളേജ് സീസോണിൽ അങ്ങനെ ഉള്ള ഇതിലൊക്കെ പോയി പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്രവാസ ജീവിതത്തിലേക്ക് ചുവടെടുത്ത് വെച്ചപ്പോൾ പ്രവാസികളായ ഒരുപാട് ആൾക്ക് ജിദ്ദയിലൊക്കെ പല പ്രോഗ്രാമുകളും നടക്കുമ്പോൾ അവിടെയൊക്കെ അതെ, അവർക്കൊക്കെ ഒരു പാട്ടിൻ്റെ ഒരു മാധുര്യം കിട്ടാൻ ഹുസൈൻ ക ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതെ, അപ്പം നമ്മളെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ജിദ്ദയിലുള്ള ഒരുപാട് പ്രവാസികൾക്കൊക്കെ അവർക്കൊന്നൊരു പുതിയ മുഖാവില്ല ഹുസൈൻ കയെ. അതെ, അപ്പം ആ സമയത്ത് ജിദ്ദക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മുടെ ഹുസൈൻ ഖാൻ്റെ അന്ന് പാടിയ ഒരു പാട്ടിൻ്റെ 2-3 വരികളൊന്ന് പാടാം. അതൊരു പല പാട്ടുകളും പാടിയിട്ടുണ്ട്. അതിന് അന്നൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ജാഹിലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള നല്ല ഭക്തിഗാനങ്ങളിലേക്ക് കയറി വന്നത്. അപ്പോൾ ഞാൻ മുമ്പൊന്ന് പറയാം, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എസ് എ ജമീൽ എന്ന് പറഞ്ഞ ഉള്ള ഒരു ഗായകനും ആണ്. അദ്ദേഹം നല്ല ഡീപ്പായിട്ട് എഴുതുന്ന, നല്ല വരികൾ, ഷാർപ്പായിട്ടുള്ള വരികൾ എഴുതുന്ന നല്ലൊരു ഗാനരചയിതാവും കൂടിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ വലിയൊരു അടുത്ത സൗഹൃദം പുലർത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉസ്മാൻ സാഹിബിനോടുള്ള ആ ഒരു ബന്ധം കൊണ്ടാവാം അദ്ദേഹം കൂടുതൽ തൗഹീദി ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ഞാൻ കൂടുതലും എടുത്ത് എന്ത് ചെയ്തത്, ഞാൻ കോളേജിലാണെങ്കിലും പഠിക്കുമ്പോഴൊക്കെ കൂടുതലും പാടിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതല്ലാത്തൊരു പാട്ട്, കാരണം പുതിയ തലമുറക്ക് അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും അത് രുചിച്ചോളന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു പാട്ട് 2 വരി പാടിത്തരാം. പിന്നെ അവിടെയൊക്കെ പാടിയിട്ടുണ്ടായിരുന്ന ജിദ്ദക്കാർക്കൊക്കെ കേട്ടുള്ള പാട്ടുകളാണ്. അല്ലാ അഹദേയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുഹുകൾ, റാഹിമും നീ റാസിഖും നീ, പാടുന്നിതാ ജ്ഞാനപതാനങ്ങൾ. അല്ലാ
അഹദേയ ആരാധ്യനേ. നിങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചൊരു വാക്ക്, അതിൽ നിന്ന് ഞാൻ തുടങ്ങാണ്. ശരിക്കും നമ്മളൊരു പ്രസംഗം കേൾക്കുന്നതും ഒരു കഥ കേൾക്കുന്നതും പാട്ട് കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പറയാം. പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കേട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഞാൻ പലപ്പോഴും ഈ ഖുതുബകൾ കേൾക്കുമ്പോൾ ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, കഴിഞ്ഞ ആ ഖുതുബയിൽ എന്താ പറഞ്ഞത്? അത് കേട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവരത് മറന്നുപോകണം, സബ്ജക്റ്റ് മറന്നുപോകണം. ഞാൻ അങ്ങനെയല്ല പറയുക. ഞാൻ പറയുമ്പം അത് കേട്ടിട്ട് അതിൻ്റെ അന്നൊരു കണ്ടൻറ്റ് അത് നമ്മുടെ മനസ്സിൽ ഒരാഴ്ചയെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. എന്നാലേ നമ്മൾ ആ ജുമാ കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നൊരിത് വരുള്ളൂ. കഥ പറയും. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് പോലെ തന്നെ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണ് കഥ പറയുക എന്ന് പറയുന്നത്. ഞാനങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇസ്ലാമികമായിട്ട് രീതിയിലുള്ള പാട്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വേറെ തലമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പാടിയില്ലേ, അള്ളാഹുവിൻ്റെ മദ്ഹകളാണ്, അഹദേ ആരാധ്യനെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക? അതങ്ങനെ കേൾക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ ആസ്വാദകർ കൂടുന്നത് പാട്ടിനാർക്കും കൂടുതൽ എന്താണ്ടാകുക, ശ്രോതാക്കൾ കൂടുതൽ വരുന്നത് അതിനേക്കാൾ. കാരണം അത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് ആൾക്കാരുടെ ഇടയിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ് പാട്ടിനുള്ള പ്രത്യേകത. നല്ലൊരു പാട്ടാണ് ഇപ്പോൾ പാടിയത്. മാഷാ അല്ലാഹ്, ജസാക്കമുല്ലാഹ് ഖൈർ. ആമീൻ. ഇപ്പോൾ ആ പാട്ടിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് പാടുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ സാധാരണ പല ആളുകളും ഈ പാട്ടിൻ്റെ കൂടെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധ നമ്മുടെ കുറേ അതിലേക്ക് പോകും. ഹുസൈൻ ഖാനോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആ ഒരു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന ചില വരികളാണ് അവിടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരും. ഇതുപോലെ പാട്ടുകൾക്ക് എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഹുസൈൻ ഖാൻ മുമ്പ് പാടിയുന്ന പാട്ടിലേക്കാൾ ഇതിനൊരു സ്വാധീനമുണ്ട്. ഇത് ദാവാ രംഗത്ത് നന്നായിട്ട് പ്രയോജനപ്പെടും. അതെ, ദാവാ രംഗത്ത് ഇസ്ലാഹി സെൻറ്ററിലേക്ക് ഒരുപാട് കാലം നിന്ന ആളെന്നുള്ള നിലക്കും ഇപ്പോൾ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള നിലക്കും നമുക്ക് പാട്ടുകളുടെ സ്വാധീനം പ്രബോധന മേഖലയിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഉണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, പാട്ട് എപ്പോഴും എന്താ പറയുക, ഒരു നല്ലൊരു മീഡിയയാണ്. നമുക്ക് അത് ആൾക്കാരുടെ അടുത്തേക്ക് പെനട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു മെത്തേഡാണ്. അതുകൊണ്ട് പാട്ട് മാത്രമാകുക എന്നുള്ളതല്ല. കാരണം പാട്ടുകൊണ്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അല്ലേ? നമുക്ക് പാട്ട് എന്ന് പറയുമ്പോൾ ഈ പാട്ട് എഴുതുന്നവരെല്ലാവരും നല്ല പിന്നെ ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ളവരാവുന്നില്ലല്ലോ. അവരവരുടെ വരികൾ എഴുതി പ്രാസം ഒപ്പിച്ച് പാടുക എന്നല്ല. ഞാനതാ ജമീൽ ഖാൻ്റെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ അതിനകത്ത് ജമീൽ ഖാൻ്റെ പാട്ടിൽ ഞാനിതിന് താരകൾ വാനത്തിൽ അസംഖ്യമുണ്ടെന്നാലും ഹൃദയത്തിനിരുളെങ്ങനെ നീങ്ങും, തൗഹീദിൻ നക്ഷത്രം അകത്തുതിച്ചെന്നാല് ആത്മാവ് വെട്ടി തിളങ്ങൂ, ആത്മാവ് വെട്ടി തിളങ്ങൂ. ഹിമാലയത്തോളം വൻ സ്വർണ്ണ ഭണ്ഡാരങ്ങൾ നിമിഷം കൊണ്ടില്ലാതെയാവാം. ഹിദായത്തെന്ന മൂല്യമോ ഒരു രത്നം നേടിയാൽ ഒരു സ്വർഗം സ്വന്തമായി വാങ്ങാം, ഒരു സ്വർഗം സ്വന്തമായി വാങ്ങാം. നമുക്ക് ആ വരികൾക്കുള്ള അല്ലേ, നല്ല അർത്ഥമുള്ള വരികളല്ലേ. നമ്മളൊരു പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടു പോകുന്നല്ലാതെ എങ്ങനെ എത്രയോ കേൾക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്വാധീനം ഉണ്ടെങ്കിലും അതെ അതെ മാഷാഅല്ലാഹ്, പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് പെട്ടെന്ന് അതിനൊരു ഏജ് ലിമിറ്റ് ഇല്ലല്ലോ. ഈ പാട്ട് കേൾക്കാൻ എല്ലാവരും കേൾക്കുമല്ലോ. എനിക്കിപ്പം 60 വയസ്സായി. ഞാനിപ്പോഴും പാട്ട് ആസ്വദിക്കുന്ന സ്വന്തം ഇതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ സ്വന്തം ആസ്വദിച്ച് പാടാറുണ്ട്. വണ്ടിയിലേക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെങ്കിലും ഉറക്കം വരാതിരിക്കാനാണെങ്കിലും ചിലപ്പം ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. മക്കള് 3 പേരുണ്ട്. എല്ലാവരുടെയും പഠനം, മോള് ഇപ്പം 2 പേരും മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു. ഒരാളിപ്പം ആർക്കിടെക്റ്റ് കഴിഞ്ഞ്, എല്ലാവരും വിവാഹം കഴിഞ്ഞു. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്. മക്കളൊക്കെ ഇങ്ങനെ ഇത് നിൽക്കുന്നു. മക്കൾക്കൊക്കെ പാടിക്കൊടുക്കാറുണ്ടോ? പേരക്കുട്ടികളെ പാടിക്കൊടുക്കാറുണ്ട്. പേരക്കുട്ടികൾക്ക് എൻ്റെ ഇപ്പോൾ കുഞ്ഞുമോൾക്ക് പാട്ട് പാടുന്നത്, അവൾക്ക് എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവളിങ്ങനെ 4 മാസമേ ഉള്ളൂ. എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവളിങ്ങനെ തലതിരിച്ച് നോക്കും. ഭയങ്കര മക്കളെ ആദ്യം ഞാൻ മതിയില്ല, എൻ്റെ ഒരു കാലം ജാഹിലിയ കാലത്ത് മക്കളെ പെൺകുട്ടികളെ 2 ആളെ പാട്ട് പഠിപ്പിച്ചിരുന്ന കാലം ഉണ്ടായത്. പിന്നെ അവരുടെ പൊതുവേദികളിലും പാടിയാലും മക്കൾ 2 പേരും നന്നായിട്ട് പാടും. പക്ഷെ അവരെ പൊതുവേദികളിലേക്ക് പാടിച്ചിട്ടില്ല. ഓക്കെ, പാട്ട് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി, അതിപ്പം ഈ പ്രായത്തിൽ തന്നെ അത് ആസ്വദിക്കുമ്പോൾ അതിന് ഒരു നന്മ ഉണ്ടാവുന്നുണ്ടല്ലോ. അതെ, ഒരു നന്മ ഉള്ളതുകൊണ്ടാണ് അത് ആസ്വദിക്കാൻ കഴിയുന്നത്. എന്നാൽ പാട്ടിനപ്പുറം കഥ പറയാൻ
ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ. അത് ഇത് മുമ്പ് അങ്ങനെ കഥ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും കഥ അങ്ങനെ പറയാറുണ്ടോ? അതെ, ഞാനിപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ തസീൽ മോറൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പല ഒരു 20ഓളം വീഡിയോസ് ഇപ്പം ഞാൻ കഥ പറഞ്ഞ് ഇസ്ലാമിക കഥകൾ പറഞ്ഞിട്ട് ചെയ്തു പോന്നിട്ടുണ്ട്. പലതും നല്ല റീച്ച് എത്തുന്നത്. അത് വലിയൊരു ഇത് പറഞ്ഞുതരാം. ചില ത്രെഡുകൾ കിട്ടുന്നത് ഒരു പോയിന്റ് നിന്നായിരിക്കും ചില കിട്ടുന്നത്. ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അവിടെ ഒരു 5 മിനിറ്റ് ക്ലാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു സഹാബി ഇങ്ങനെ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചൂണ്ടി പറഞ്ഞൊരു കഥയുണ്ടല്ലോ, അതായത് അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞൊരു കഥ. ഈ കഥ പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ സുബഹി നമസ്കാരത്തിന് ഒരു 3 സഫ് ആളൊക്കെ ഉണ്ടാവും. അതിൽ 10-20 പേരുണ്ടാവും ഈ ക്ലാസ് കേൾക്കാമെന്നുണ്ടാവും. ഈ ക്ലാസ് കേൾക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് കേട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരത് മറന്നുപോകും. അതിനകത്ത് 5 പേര് ചിലപ്പോൾ അത് മനസ്സിൽ വെക്കും, ചിലപ്പോൾ 2 ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അതിൽ നിന്നൊരു ത്രെഡ് കിട്ടിയിട്ട് ഞാൻ ആ ത്രെഡ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ ആ കഥയായിട്ട് വീഡിയോ ഇതിൽ ചെയ്തിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്തു. അൽഹംദുലില്ലാ അത് ഏതാണ്ട് 6-7 ലക്ഷം പേര് ആ വീഡിയോ കണ്ടു. നമുക്കൊരു നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്നിട്ട് അത് മൗലവിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞെന്ന ആ വീഡിയോ ഞാൻ 7 ലക്ഷം പേരിലേക്ക് എത്തിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ആദ്യം പറഞ്ഞൊരു സുലൈമാൻ നബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞു. അത് 1 ലക്ഷത്തിന് മേലെ 1 മില്യൺ മേലെ ആൾക്കാർ കണ്ടൊരു കഥയാണ്. ഒരാൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു കഥയാണ്. അയാൾ പറഞ്ഞ്, എനിക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോ സത്യത്തിൽ ദാനം കൊടുക്കുന്നതിനെ പറ്റിയുള്ള കഥയാണ്. ഞാൻ എന്നും അത് ഒരാളിങ്ങനെ വന്ന് ചോദിച്ചു വരുമ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ വീഡിയോ ആണ് എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത്. അത് എനിക്കത് ദാനം ചെയ്യാനായിട്ട് നല്ലൊരു പ്രചോദനമാണ് എന്ന് പറയും. നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഇത് കിട്ടുന്ന നമുക്ക് സത്യത്തിൽ നമുക്കതിനകത്ത് പേരെടുക്കുക എന്നുള്ളതല്ല. എന്നാലെന്താ, അതൊരു ദൈവത്താണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചുരുങ്ങിയ കാലഘട്ടങ്ങളിലൂടെ ജീവിച്ചു പോകുന്നു അല്ലേ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ അടുത്ത തലമുറ മറന്നു പോവുകയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഹുസൈൻ ഖാൻ്റെ ഒരു സംസാരത്തിലുടനീളം പാട്ട് എന്ന വിനോദത്തെ നല്ല റൂട്ടിലേക്ക് തിരിച്ചുവിടുകയാണ്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ കഥ, അത് നമുക്ക് എങ്ങനെയും തിരിച്ചുവിടാം. അത് നല്ല റൂട്ടിലായാലും ഇതുപോലെ തന്നെ നല്ല ചരിത്രങ്ങളൊക്കെ വരുന്ന കഥകളായാലും അത് ആളുകൾക്ക് പ്രയോജനപ്പെടും. ഹുസൈൻ ഖാ ഒരു കോളേജ് പ്രൊഫസറായും അത് കുറഞ്ഞ ചെറിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചാൾ അങ്ങനെ. പക്ഷെ അത് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര അധ്യാപകനാകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു പക്ഷേ അത് ഉമ്മയും വാപ്പയും അധ്യാപകനായതുകൊണ്ട് എൻ്റെ കുടുംബം മൊത്തം എൻ്റെ വല്യപ്പ മുതൽ വല്യപ്പ ഉമ്മാൻ്റെ ഇതാണെങ്കിലും വാപ്പാൻ്റെ ലൈനിലെടുത്താലും എല്ലാവരും അധ്യാപക ഫാമിലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം പക്ഷേ ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ എന്തറിയോ, അത് എല്ലാവർക്കും അറിവുള്ളവർക്ക് അധ്യാപകനാകണം പറ്റുന്നില്ല. നല്ലൊരു ആർട്ടാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയും. അതൊരു ആർട്ടാണ് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഒരു കഥ പറയാനുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഓറലായിട്ട് കഥ പറഞ്ഞാൽ കഥ കേൾക്കില്ല. കഥയുടെ മോഡുലേഷനിലൂടെ കഥ പറയുമ്പോൾ കഥ കേൾക്കാൻ ആളുണ്ടാവും. അത് പാട്ടാണെങ്കിലും കഥയാണെങ്കിലും പ്രസംഗമാണെങ്കിലും അത് അതിൻ്റെതായ അല്ലേ അങ്ങനെയല്ലേ. വെറുതെ എന്തെങ്കിലും ഒരു സ്വരം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിച്ചു തോന്നുന്നില്ല. അതൊരു അസ്വസ്ഥമായിട്ട് തോന്നുന്നത്. അപ്പം നല്ല ആ ഒരു എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഇതുണ്ടായതുകൊണ്ടാവാം എനിക്ക് കഥ പറഞ്ഞാൽ നല്ല കഥ പറച്ചാലെന്നല്ല പറയില്ല. പക്ഷെ എന്നാലും എനിക്കത് ആസ്വാദകരെ എത്തിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു പലരും വിളിച്ചെന്നെ പറയുമ്പോൾ സന്തോഷമാണ് കേൾക്കുമ്പോൾ. അൽഹംദുലില്ലാ. MSc മാത്സ് കഴിഞ്ഞ് അല്ലേ? അതെ, മാത്സ് കഴിഞ്ഞു. പിന്നെ BEd എടുത്തിരുന്നു. BEd എടുത്ത് ഞാൻ ഇങ്ങനെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന സമയത്താണ് 2000-ലാണ് ഞാൻ വിദേശത്തേക്ക് പോകുന്നത്. കുറഞ്ഞ കാലത്തേക്ക് പോയി നിൽക്കാം എന്നുള്ള ഇതായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ 23 വർഷത്തോളം ഞാൻ സൗദിയിൽ ജിദ്ദ എയർപോർട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പലരെയും എല്ലാവർക്കും, കാരണം പബ്ലിക്കിന് എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണല്ലോ എയർപോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലരെയും ബന്ധപ്പെടാനും പലരുമായിട്ടും കൂടുതൽ ഇടപഴകാനൊക്കെ സാധിച്ചിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹം അല്ലാഹുവിൻ്റെ അനുഗ്രഹം. ജിദ്ദയിലുള്ള നമ്മൾ ഒരുപാട് ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ ഹുസൈൻ ഖാനെ വളരെ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ജിദ്ദയിൽ നിന്ന് പോകുന്നതിന് ശേഷം തിരിച്ച് പീസ് റേഡിയോയിലൂടെയാണ് അവർ നമ്മളെ വീണ്ടും കാണുന്നത് അല്ലേ? അതെ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹുസൈൻ ഖാ ഇനി ഒരുപാട് പ്രോഗ്രാമുകളായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കഥ പറയാം, അതേപോലെ തന്നെ പാട്ട് പാടാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. ഹുസൈൻ ഖാൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പുതിയൊരു തലമുറ അവരൊക്കെ പാട്ട് പാടുകയാണോ പാട്ട് പറയാണോ എന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് വിശേഷിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാട്ടുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ പുതിയ തലമുറ ഇതിലേക്ക് വരാൻ, അവർക്കൊരു പ്രചോദനം കിട്ടാൻ
ഹുസൈൻക്കൊക്കെ എന്താണ് അവരോട് പറയാനുള്ളത്? അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ മുമ്പ് സംഗീതം ഉപയോഗിച്ച് പാടിയിട്ടുണ്ടിരുന്ന ആളാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ കണ്ട് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുതരം അരോചകത്വമായിട്ട് തോന്നുന്നുണ്ട്. എന്താ എനിക്കറിയില്ല, അള്ളാഹു എനിക്ക് ആക്കി തന്നൊരു ഇതാവാം. അൽഹംദുലില്ലാ. ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ DJ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അറിയാമല്ലോ, DJ പാർട്ടികൾ അതൊരു എന്താ പറയുക, നമ്മുടെ കാലത്തുണ്ടായിരുന്നുള്ള ഒന്നുമല്ല. ഇന്ന് DJ പാർട്ടിയിൽ ഒരു സ്കൂൾ വിട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ക്ലോസിങ് സെറമണിയിൽ ഒരു DJ ഇല്ലെങ്കിൽ അവർക്കത് ഒക്കില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കാരണം ഇന്നത്തെ പാട്ടുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്നുമില്ല. ജിമിക്ക് കമ്മൽ വിറ്റതും മറ്റതും മറിച്ചത് അല്ലാതെ വാക്കുകൾക്ക് വരികൾക്കൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ശരിക്കും നല്ല തൗഹീദി ഗാനങ്ങൾ എടുത്ത് പാടാൻ കഴിവുള്ളവർ തൗഹീദി ഗാനങ്ങൾ എടുത്ത് പാടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ഇത് വന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഖുർആൻ നല്ല ഖിറാഅത്ത് നല്ല രീതിയിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഒത്തിരി അവസരങ്ങളുണ്ടല്ലോ ഇപ്പോൾ. കാരണം നമുക്ക് പിന്നെ ഇൻ്റർനെറ്റ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ പലതരത്തിലുള്ള ഖിറാഅത്തുകൾ എത്ര കാര്യങ്ങളുടെ അല്ലേ നമുക്ക് കേൾക്കാൻ, ഏത് ട്യൂണിൽ വേണേലും ചെയ്യാൻ കഴിയും. ഞാൻ പലപ്പോഴും എന്താ ചെയ്യുക, ഇപ്പോൾ ഞാനൊരു പാട്ടുകാരനാണ് എന്നൊന്ന് ഫുള്ളൊരു ഇതല്ലെങ്കിലും എനിക്ക് ട്യൂൺ ചെയ്ത് പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഖുർആനൊക്കെ ഓതുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് ചെവിയിൽ വെച്ച് കേൾക്കും, ഇതെങ്ങനെയുണ്ട്, എന്നാൽ ഇതുപോലെ. അപ്പം അത് കേൾക്കുന്ന സമയത്ത് അതുപോലെ ഒന്ന് ട്യൂൺ ചെയ്ത് ഇങ്ങനെ കൊണ്ടു. പക്ഷേ എനിക്ക് നിലനിർത്താൻ പറ്റും. അന്ന് ഞാൻ പലരോടും ചോദിക്കും, ഇത് നിങ്ങളെങ്ങനെയത് ഈ ഖുർആൻ്റെ ഖിറാഅത്ത് എങ്ങനെയാണ് ഒരേ ട്യൂണിൽ കൊണ്ട്. കാരണം അതൊരു ഖുർആനിന് ശരിക്ക് ഈണത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് അതിനപ്പുറം വേറെ പാട്ടില്ല. നല്ലൊരു അതല്ലേ കേൾക്കുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയാണ് ഖുർആൻ്റെ ശരിക്കുള്ള ഭംഗി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ. ഖുർആനുള്ള ഹൃദയത്തിൽ മറ്റ് പാട്ടുകളൊന്നും പാട്ട് നിൽക്കില്ല. ഇപ്പോൾ നമ്മളെ പിന്നെ പാട്ടുകളെ വരികൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്, ഭയങ്കര സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഹുസൈൻക്ക? നമ്മളിപ്പോൾ രാഷ്ട്രീയ രംഗത്തൊക്കെ നമ്മൾ പല ട്രെൻഡിനനുസരിച്ച് പാട്ടുകളൊക്കെ വരും. അപ്പം അവിടെയും അവർ യൂസ് ചെയ്യണത് അവരെ മെസ്സേജ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പാട്ട് തന്നെയാണ്. അതെ. അപ്പോൾ അവിടെ മ്യൂസിക്കിനൊന്നും പ്രാധാന്യമില്ല എന്നുള്ളത് ഈ ആളുകൾ തന്നെ അവിടെ തെളിയിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ട പല പാട്ടുകളും നമുക്ക് അതിൽ നിന്നാണ് മനസ്സിലായത്. അപ്പോൾ ആ പാട്ടിലെവിടെയും മ്യൂസിക്കോ ഒന്നുമല്ല അവർ പ്ലേ ചെയ്യരുത്, നേരെ അവർക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ള ആ പോയിന്റ് മാത്രം ഇട്ട് കൊടുത്ത് അതിലാണ് ആൾക്കാർക്ക്. അതെ, സത്യമാണ് മാഷാഅല്ലാഹ്. അതായത് ഇപ്പം വളരെ വേറിലായ കുറച്ച് പാട്ടുകളുണ്ട്, ഞാൻ പറയാൻ പാടില്ല. എന്നാലും അവരാരും അതിൻ്റെ മ്യൂസിക്കേ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. അതിൻ്റെ അകത്തെ വരികളാണ് അവർക്ക് ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്തത്. എൻ്റെ കൊച്ചുമോനൊക്കെ ആ പാട്ടെടുത്ത് പാടുന്നത്, അവനിപ്പോൾ എന്ത് മ്യൂസിക് ഒന്നുമില്ലല്ലോ, അവൻ ആ വരികളെടുത്ത് പാടുന്നത് ഞാൻ അത്ഭുതം വിചാരിക്കും. കാരണം ആ വരികളാണ് അവനൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അതെല്ലാവരും എടുത്ത് പാടുമ്പോൾ ആ വരികൾക്കാണ് എന്താ പറയുന്നത്. അപ്പം മ്യൂസിക്കല്ല അതിൻ്റെ അത്. പിന്നെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ താളം ഉണ്ടാക്കാൻ ഒരു താളബോധം ഉണ്ട്. ആ താളബോധം ഉണ്ടാക്കാനായിട്ട് ഇപ്പം മ്യൂസിക് വേണമെന്നില്ല. ഞാനിപ്പം മ്യൂസിക് ഉണ്ടായിട്ടാണോ ഞാൻ താളം പിടിച്ച്? അല്ല, എൻ്റെ കൈ കൊണ്ട് താളം പിടിക്കാൻ പറ്റും. ആ താളം പിടിച്ച് ഒരു ഇതുണ്ടാവണം, ഒരു ഫ്ലോ ഉണ്ടാവണം. അതിപ്പോൾ അല്ലാതെ പാടിക്കഴിഞ്ഞാൽ പാട്ടിന് ലയം ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അതിപ്പോൾ മ്യൂസിക് വേണമെന്നൊന്നുമില്ല. ഇപ്പം ഇല്ലാതെ ഞാൻ പാടാൻ തുടങ്ങിയിട്ടിപ്പോൾ 2006-2007 തോന്നുന്നു ഞാൻ അവസാനമായിട്ട് അങ്ങനെ ഒരു ഇതിൽ പാടിയത്. പക്ഷെ ഇപ്പം ചിലപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാട്, അപ്പോൾ നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കും. ഒരു പാട്ട് പാടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മ്യൂസിക് വേണ്ട, ഞാൻ പാടിത്തരാം. അവസരം ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫറൂഖ് കോളേജിലെ എൻ്റെ കുട്ടികൾ പഴയ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച 50 വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടുകൂടി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും മ്യൂസിക് വെച്ച് പാടി. ഞാൻ പറഞ്ഞു മ്യൂസിക്കില്ലാതെ ഞാൻ വേണം പാടിത്തരാം. അങ്ങനെ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പലരും വന്ന് എന്നെ അണച്ചു പിടിച്ചു. നിനക്കെന്തിനാ മ്യൂസിക് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സന്തോഷമായി, കാരണം നമുക്ക് മെസ്സേജ് എത്തിച്ചല്ലോ, അത്രേ ഉള്ളൂ. അത് ഹുസൈൻ ഖാൻ്റെ പാട്ടിലെ വരികൾ ആളുകൾക്ക് നേരെ കിട്ടിയിട്ടുണ്ടാവും. അതെ. പാട്ട് പാടുമ്പോൾ ഹുസൈൻ ഖാൻ ഇപ്പോൾ ഇവിടെ പാടിയ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. വെറുതെ പാട്ട് പാടില്ല. അല്ല, എന്താ പറയുക, ഇപ്പോഴത്തെ വരികൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതായത് ഇപ്പോഴത്തെ വരികളിലേക്കാൾ ഈ ഞാൻ പറഞ്ഞില്ലേ ജമീൽ ഖാൻ്റെ പാട്ടുകൾക്ക് ഭയങ്കര ഡെപ്തുണ്ട്. ഇപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞില്ല ഉസ്മാൻ സാഹിബായിട്ടുള്ള ഡോക്ടർ ഉസ്മാൻ സാഹിബായിട്ടുള്ള ആ ഒരു അടുത്ത ചെങ്ങാത്തം ഉണ്ടായിരുന്നു. മുപ്പതേഴ് സമയം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ നിലമ്പൂരുകാരനായതുകൊണ്ട് എനിക്കറിയാം അന്ന് ജമീൽ ഖാൻ്റെ ഒക്കെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അവിടെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഞാൻ ഉസ്മാൻ സാഹിബ് ഡോക്ടർ സാഹിബിൻ്റെ അവരുടെ വീടുമായിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഡോക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുപ്പരവിടെ ഉണ്ടാവും 7 സമയം. അപ്പോൾ എങ്ങനെയാണ് ഈ നിങ്ങൾക്കൊരു അല്ലാഹു പോരെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ജമീൽ എഴുതി പാടിയ പാട്ട് ഒരിക്കലും വലിയൊരു നമ്മുടെ ഒരു സദസ്സിൽ വെച്ചിട്ട് അതുണ്ടായ അദ്ദേഹത്തിന് വലിയ ഇതൊക്കെ ഉണ്ടായില്ലേ. അതിനകത്ത് ആഴക്കടലകളിൽ അകണ്ട നാമ കീർത്തനം
ആകാശമേഘങ്ങളിൽ തക്ബീർ ധ്വനിയും ഗർജനം എന്നൊക്കെ അത് കേട്ട് റിസംബ്ലൻസ് കൊടുക്കുന്നുണ്ടോ. ആഴക്കടലകളില്ല കണ്ട നാമ കീർത്തനം, ആകാശമേഘങ്ങളിൽ തക്ബീർ ധ്വനിയും ഗർജനം, ആഞ്ഞടിക്കും കാറ്റിൽ ഭക്തിഗാനത്തിനാലാപനം, അഖില ചരാചരവുമേറ്റ് പാടിടുമാവർത്തനം, സൃഷ്ടാവിന് സ്തോത്രം അല്ലാഹു അക്ബർ, സൃഷ്ടികളുടെ സ്തോത്രം അല്ലാഹു അക്ബർ, മണ്ണിലുള്ള സൃഷ്ടികൾ ഓരോന്നും ഉരുവിടുന്നു മന്നവന്റെ മകൾ നാമം അല്ലാഹു അക്ബർ. എന്താ വരികൾക്ക് എനിക്ക് അത്ര രസകരമായിട്ടൊരു വരി ഇരുന്ന ഒരു കവിയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണോ അറിയില്ല, പക്ഷേ അങ്ങനത്തെ ഒരു അത്രമാത്രം തൗഹീദ് ഗാനങ്ങൾ എഴുതുന്ന ഒരു പുതിയ തലമുറ എഴുതുമെന്ന് എനിക്കറിയില്ല. അത്ര ഇത് നാഥാ നിൻ കാരുണ്യം നദികളൊഴുകുന്നു, നാടുനീളെ വൃക്ഷലതാദികളെ തഴുകുന്നു, മണ്ണായ ഞാൻ മണ്ണിൽ മനുഷ്യനായി പിറക്കുമ്പോൾ മാതാവിൻ മാറിലമ്മിഞ്ഞ് പാലായി ചുരത്തുമ്പോൾ നാഥാ ജഗന്നാഥ നിൻ കാരുണ്യം നദികളൊഴുകുന്നു. നമ്മളെല്ലാവരും ഉമ്മാൻ്റെ പാല് കുടിച്ചവരാണ്. ഈ പാല് കുടിക്കുമ്പോൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഉമ്മേൻ്റെ മുലപ്പാല് കുഞ്ഞിൻ്റെ അമ്മിഞ്ഞപ്പാൽ വായിലോട്ട് വരുന്നത്? അല്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലേ എന്നുള്ളൊരു വിശുദ്ധ ഖുർആന്റെ വചനമാണ് ഇവിടെ ഹുസൈൻ ഖാൻ്റെ പാട്ടിലൂടെയൊക്കെ നമുക്കൊക്കെ ഒരു മനസ്സിലൊരു ചിന്തയായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഏതായാലും ഈ ഒരു പ്രായത്തിലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഹുസൈൻ ഖാൻ നമ്മളോടൊപ്പം പാട്ട് പാടിയിട്ടും കഥ പറഞ്ഞിട്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. സവിശേഷത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ അറിയാൻ ആഗ്രഹമുള്ളതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അൽഹംദുലില്ലാഹ് ഹുസൈൻ ഖായിലൂടെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഹുസൈൻ ഖാൻ്റെ പാട്ടും കഥയൊക്കെ കേട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ബാറക്കല്ലാഹു. ശ്രോതാക്കളെ നമ്മളോട് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.